ഇന്നലെ 2 സിനിമകളാണ് റിലീസ് ചെയ്തത്. ആവേശവും വർഷങ്ങൾക്ക് ശേഷവും. രണ്ടിനും നല്ല അഭിപ്രായമുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എനിക്കിപ്പോൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. അതിപ്പോൾ എൻ്റെ കാര്യം അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. പിന്നെ ആ സിനിമ എത്രയും പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് OTT റിലീസാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ റിലീസ് ചെയ്ത സിനിമയാണ് പ്രേമലു. ഇപ്പോൾ ഹെൽന ഇപ്പോൾ കൂടെ ഇല്ല. അവൾ ഒരു ചെറിയൊരു ട്രിപ്പിലാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഉടനെ ഉണ്ടാവും. എനിവേസ് അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റിവ്യൂവിൽ എന്നെക്കാളും കൂടുതൽ കഥ പറയാനുണ്ടാവുന്ന ആൾക്കായിരിക്കും. ഇപ്പോൾ ഞാനും ഹെൽനയും കൂടി സിനിമയ്ക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ തമാശയൊന്നും ഇല്ലാത്തൊരു സിനിമയാണെങ്കിൽ കൂടി ഷി വിൽ ലവ്. അവൾ ഒരുപാട് അതിലെ തമാശകൾക്ക്, കൊച്ചു തമാശകൾക്ക് ചിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പൊട്ടിച്ചിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള തമാശകൾ ഉണ്ടാവണം. ആൻഡ് ഞാൻ പറയട്ടെ, പ്രേമലു കണ്ടപ്പോൾ എന്താ പറയുക, കുറേ നാളുകൾ കൂടി ഒരു സിനിമ കണ്ട് ത്രൂ ഔട്ട് ഇത്രയധികം നമ്മൾ ചിരിച്ചു പോകുക എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ചിരിച്ചു, ഒരുപാട് എൻജോയ് ചെയ്തു. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് എനിക്ക് കൊടുക്കാൻ തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റിനാണ്. എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആൻഡ് മേക്കിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോമഡിയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഏതൊരാളെയും ചിരിപ്പിക്കാൻ പറ്റുന്ന കുറേ തമാശകൾ ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ല. അതുമാത്രമല്ല, സിനിമ നല്ലൊരു ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. നമ്മൾ ബോറടിപ്പിക്കുന്ന എലമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ത്രൂ ഔട്ട് ആ ഒരു ഫൺ വേയിൽ തന്നെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. ഡെഫിനറ്റ്ലി റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള ഒരു സിനിമയാണിത്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പഴയ മലയാള സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആ സിനിമകൾ എനിക്ക് വീണ്ടും കാണുമ്പോൾ അതേ തമാശകൾ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴുള്ള മലയാള സിനിമകൾക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല എന്നൊക്കെയുള്ള കുറേ കമൻസൊക്കെ നമ്മളിപ്പോൾ ഈയിടെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഏതായാലും പ്രേമലുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാണ് ഈ സിനിമ വീണ്ടും കണ്ട് ചിരിക്കാനുള്ള വകുപ്പ് ഈ സിനിമയിലുണ്ട്. ഗിരീഷ് ഏടി, താങ്കൾക്കൊരു ബിഗ് സല്യൂട്ട്. ബിക്കോസ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൻ്റെ ഡയറക്ഷനും ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയുടെ ഒരു സ്കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സിനിമ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സീൻസ്, കാര്യങ്ങൾ, ഒരുപാട് ഷോർട്സ് ഒക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഷോർട്സ് ഒന്നും ഈ സിനിമയിലില്ല. പക്ഷേ അതേസമയം തന്നെ ആ ഒരു സിനിമയുടെ ലെങ്ത്തിന് ഇത്രയും ഡീറ്റെയിൽസ്, ഇത്രയും സീൻസ് ഒക്കെ കൊള്ളണമെന്നുണ്ടെങ്കിൽ അത് ആ ക്രൂവിൻ്റെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടറും അതുപോലെ തന്നെ ഒരു എൻറ്റയർ ക്രൂവും ഇതിൽ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പിന്നെ എനിക്കിതിൻ്റെ ആ ഒരു വിഷ്വൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു വിഷ്വൽ ടോൺ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു ഹാപ്പി മൂഡിൽ പോകുന്ന ഒരു വിഷ്വലാണ് സിനിമയ്ക്കുള്ളത്. സിനിമയുടെ ആ ഒരു തീമിന് ചേരുന്ന തരത്തിലുള്ള വിഷ്വൽസ്, സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതിൻ്റെ ഒരു കളറിങ് വർക്ക് ആണെങ്കിലും എല്ലാം കൊണ്ടും എന്താ പറയുക, എഡിറ്റിങ്ങും എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ആ ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീൽ കൊണ്ടുവരാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് മൈൻഡ് ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ കൂടി കുറച്ച് നേരം ഈ പ്രേമലു എടുത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം ഷുവർ നമുക്ക് കുറേയൊക്കെ എന്താ പറയുക, ഒരു ഫ്രഷ് ഫീൽ കിട്ടും. അത് പറയുമ്പോൾ മ്യൂസിക് ഒട്ടും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. മ്യൂസിക് വേറെ ലെവലാക്കി കളഞ്ഞ സിനിമേനെ. മ്യൂസിക്, അതിലെ സോങ്സിൻ്റെ ബീറ്റ്സ്, ഈവൻ OTTയിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി നേരെ പെർഫോമൻസിലേക്ക് പോകും. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, നമ്മൾ നായികയും മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല സിനിമ പോകുന്നത്. സിനിമയിലെ മറ്റുള്ള കഥാപാത്രങ്ങൾക്കും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കാൻ ഈ സിനിമ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നായകൻ്റെ കൂട്ടുകാരൻ എപ്പോഴും അടിവാങ്ങാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ പ്രേമിക്കാൻ വകുപ്പില്ലാത്ത, ഒരു പെൺകുട്ടിയും ഇഷ്ടപ്പെടാത്ത, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മലയാള സിനിമയിൽ നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ പ്രേമലുവിലേക്ക് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ റോള് ആക്ച്വലി ഒരു നായകന് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. സിനിമ കാണുമ്പോൾ നമ്മൾ സിനിമയിലെ നായകൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ പ്ലേസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്. പക്ഷേ നമുക്കറിയാം, ഭൂരിഭാഗം വരുന്ന മലയാളികളും ഈ പറഞ്ഞ ആ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കും. നമ്മുടെ ഈ സിനിമയിലെ നായകനും ഏതാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അയാളിൽ കാണാനായിട്ട് എളുപ്പം പറ്റും. ഇനി അതുപോലെ തന്നെ നസ്ലിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിലും, പുള്ളി ഒരു ലീഡ് ക്യാരക്ടറിനെ ചെയ്തിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോമിൽ തന്നെ എനിക്ക് നസ്ലിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ചമ്മുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ഹെവി ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഈവൻ സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിരിക്കുന്നത് ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ നസ്ലിൻ പൊളിച്ചടുക്കി. ഈവൻ മമിത ബൈജു ആണെങ്കിലും തനിക്കൊരു ലീഡ് റോള് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഇവർ രണ്ടുപേരും മാത്രമല്ല പറയുന്നത്, സിനിമയിൽ വന്നിട്ടുള്ള അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പേര് പറയേണ്ടി വരും. ശ്യാം മോഹൻ്റെ റോള് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള റോളായിരുന്നു. അദ്ദേഹം അത് കുറച്ച് അങ്ങോട്ട് വെക്കാൻ ഞാൻ ഭയങ്കര ഓവറായിട്ട് മോശമാവും, കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
എന്താ പറയുക, ഒട്ടും മാച്ച് ചെയ്യാത്തൊരു ക്യാരക്ടറിന് മാച്ച് ചെയ്യാത്തൊരു പെർഫോമൻസ് ആവും. പക്ഷേ ഹി കെപ്റ്റ് ഇറ്റ് ടു ദാറ്റ് ലെവൽ. ആ ഒരു ലെവലിൽ ആ കഥാപാത്രത്തിനെ എത്തിച്ച് ഒരേ സമയം നമ്മുടെ ഉള്ളിലൊരു ഫൺ കഥാപാത്രമാകാൻ പറ്റി, അതേസമയം തന്നെ ഒരു വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രമാകാൻ പറ്റി. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയായിട്ട് അത് ക്യാരക്ടറിനെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സംഗീത്, അഖില, അൽതാഫ് സലീം, ഇവൻ ഗസ്റ്റ് റോളിൽ വന്നിട്ട് മാത്യു വരെ ഇതിൽ പൊളിച്ചടക്കി കളഞ്ഞു. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഭയങ്കര ഒരു ഫൺ ചേസ് ടൈപ്പ് ഒരു ക്ലൈമാക്സ് ആണ് ഈ സിനിമയിലുള്ളത്. നമ്മൾ ഒരിടയ്ക്ക് മലയാള സിനിമയിലൊക്കെ അത്തരത്തിലുള്ളൊരു ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു എൻ്റർടൈനിങ് ക്ലൈമാക്സ് ആണ്, പക്ഷേ പ്രഡിക്റ്റബിൾ ആയിരുന്നു. ബട്ട് ആ പ്രഡിക്റ്റബിലിറ്റി ഒരു ബ്യൂട്ടി ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമ എൻഡ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല ഇതൊരു ഹാപ്പി എൻഡിങ് തന്നെയാണോ എന്നുള്ളത്. ബിക്കോസ് അതറിയണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരണം. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പി ആയിരിക്കും. എനിക്ക് തോന്നുന്നു മലയാളികളും മിക്കവരും ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് വരട്ടെ. പിന്നെ എനിവേസ്, ഇതുവരെയുള്ള നമ്മുടെ മലയാള സിനിമയുടെ ഒരു പോക്ക് വെച്ചിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്, എല്ലാ സിനിമകളും ഇത്തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാ സിനിമകളും ഒരു ക്വാളിറ്റി മേക്കിംഗ് ആണ്. മലയാള സിനിമയുടെ സുവർണ്ണകാലം എന്ന് ചിലപ്പോൾ നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു വർഷം 2024 ആയിരിക്കും. ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. പ്രേമലു 125 കോടി മേലെ നേടിയൊരു സിനിമയാണ്. ആൻഡ് ഈ ഒരു ഇതിലേക്ക് വന്നപ്പോഴും ഐ എം റിയലി ഹാപ്പി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രേമലു ഈസ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് ചിരിക്കാനും എൻജോയ് ചെയ്യാനും നമ്മുടെ മൈൻഡിലുള്ള വിഷമങ്ങളെയൊക്കെ മാറ്റി നിർത്തി നമുക്ക് ഹാപ്പി ആയിട്ട് കുറച്ച് നേരം ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മാറ്റാൻ പറ്റുന്ന, ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പ്രേമലു. സോ പ്രേമലുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.